അഴീക്കോട് മണ്ഡലത്തിലേക്കാണ്. കണ്ണൂരിലെ അഴീക്കോട് മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പ് വൈവ് എത്രമാത്രം വളർന്നിട്ടുണ്ടെന്ന് മനസ്സിലാക്കാൻ നമ്മൾ പോവുകയാണ്. നമ്മുടെ വാർത്താ അവതാരക അസിത സഹീറും അതുപോലെ കണ്ണൂരിലെ റിപ്പോർട്ടർ അജീഷ് ജയകുമാറും തത്സമയം ചേരുന്നു. അസിത, അവിടെ എന്തൊക്കെയാണ് വിവരങ്ങൾ? ഇപ്പോഴും അവിടെ ആളുകളുണ്ടോ? തെരഞ്ഞെടുപ്പ് പ്രചാരണം ശക്തമായി തുടരുകയാണോ അഴീക്കോട് മണ്ഡലത്തിൽ? മാത്രമല്ല ചർച്ച ഇവിടെ വളരെ സജീവമായി രാഷ്ട്രീയവും ചർച്ച ചെയ്യുകയാണ്. ഇവിടെ വലിയ പാട്ടും ആഘോഷവും ഒക്കെയായി ഒരു കല്യാണ രാത്രി പൊടി പൊടിക്കുകയാണ്. അതിനോടൊപ്പം പക്ഷേ ഇവിടെ വളരെ ചൂടുള്ള തെരഞ്ഞെടുപ്പ് ചർച്ചകൾ കൂടി സജീവമായി ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എസ് കെ ഞാൻ ആദ്യം മണ്ഡലത്തിന്റെ വിശേഷങ്ങളിലേക്ക് വരുന്നതിന് മുൻപ് എസ് കെ ഞാൻ ഒരാളെ പരിചയപ്പെടുത്താം. നാളത്തെ താരമാണ്. നമ്മുടെ മണവാട്ടിയിലേക്ക് ഞാനൊന്ന് ആദ്യം പോവുകയാണ്. മണവാട്ടിയുടെ വിശേഷങ്ങൾ നമുക്ക് ആദ്യം ചോദിക്കാം. എന്താ പേര്? ഷാദിയ. വോട്ട് ചെയ്യുന്നില്ലേ? ഓ, ചെയ്യുന്നുണ്ട്. കല്യാണത്തിന് 2 ദിവസത്തിന് ശേഷം വോട്ടെടുപ്പാണ്. പക്ഷെ എങ്കിലും വോട്ട് ചെയ്യും അല്ലേ? അതെ. ആർക്കാണ് വോട്ട് ചെയ്തതെന്ന് പറയാൻ ആഗ്രഹിക്കുന്നുണ്ടോ അതോ രഹസ്യമാണോ? അങ്ങനൊന്നുമില്ല, UDF തന്നെ. അപ്പൊ എന്തായാലും വോട്ട് ചെയ്യും. ആർക്കായാലും വോട്ട് നമ്മുടെ അവകാശമാണ്. അത് ചെയ്യുമല്ലേ? അതെ, ചെയ്യും. ശരി, എന്താ ചെയ്യുന്നത്? ഞാനിപ്പോ ഡിഗ്രി 3rd ഇയർ. ശരി. അപ്പോൾ മണവാട്ടി വളരെ സജീവമായി തന്നെ ജനാധിപത്യ ബോധം വിനിയോഗിക്കും എന്നുള്ള കാര്യമാണ് പറയുന്നത് എസ് കെ. അതോടൊപ്പം തന്നെ ഇവിടെ ഒരുപാട് ആളുകളുണ്ട്. നമുക്ക് ഇവരോട് മണ്ഡലത്തിന്റെ പൊതുവായ വിശേഷങ്ങൾ കൂടി ഒന്ന് ചോദിക്കാം. ഇത് മണവാട്ടിയുടെ ഉപ്പ കൂടിയാണ്. അപ്പോൾ തെരഞ്ഞെടുപ്പിന്റെ ചൂടിനിടയിൽ കൂടിയാണ് ഈ വിവാഹം വരുന്നത്. 2-3 ദിവസം കഴിഞ്ഞാൽ നമ്മുടെ കേരളം പോളിംഗ് ബൂത്തിലേക്ക് പോകുകയാണ്. അപ്പോൾ ഈ വിവാഹ വിഷയത്തിനോടൊപ്പം എങ്ങനെയാണ് ഇവിടുത്തെ തെരഞ്ഞെടുപ്പ് വിശേഷങ്ങൾ അഴീക്കോട്ടെ? ഞാൻ പൊതുവേ പറയാറുണ്ട്, ഈ കല്യാണത്തിൻ്റെ ഡേറ്റ് എപ്പോഴും കുറിച്ചതാണ്. അപ്പോൾ അതിനുശേഷം ഈ ഇലക്ഷൻ്റെ ഡേറ്റ് കുറിച്ചും പറഞ്ഞ് ഏകദേശം ഒരുപാട് പ്രവാസികളായാലും നാട്ടുകാരായാലും ഈ കല്യാണം പ്രമാണിച്ചിട്ടുള്ള ഈ വോട്ടും ഇലക്ഷനും പെരുന്നാളൊക്കെ കൂടിയിട്ട് ഒന്നിച്ചിട്ട് കിട്ടുമ്പോൾ ഒരുപാട് പ്രവാസികൾക്ക് ഇങ്ങോട്ട് വരാൻ വേണ്ടിയിട്ടുള്ള സാധ്യത ഉണ്ടാകും. അത് വലിയ അനുഗ്രഹമായിട്ട് ഞാൻ കാണുന്നു എല്ലാ സ്ഥാനാർത്ഥികൾക്കും. അപ്പോൾ 2 സ്ഥാനാർത്ഥി വെച്ച് ഇവിടുത്തെ അഴീക്കോട് മണ്ഡലത്തിലെ സുമേഷ് സാറും കരീം സാറും ഇങ്ങോട്ടേക്ക് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഏകദേശം 10 മണിക്കുള്ളിലായിട്ട് ഇങ്ങോട്ട് വരും. അപ്പോൾ അവർക്കൊരു വോട്ട് കളക്ഷനായിട്ട് ഈ ഒരു കല്യാണം. ശരി. എന്തായാലും സ്ഥാനാർത്ഥികൾ അല്പസമയത്തിനകം തന്നെ ഇവിടെ എത്തുന്നുണ്ട്. പക്ഷെ നമുക്ക് അതിനു മുൻപ് ഇവിടെയുള്ള ആളുകളുടെ അവർ എങ്ങനെയാണ് തെരഞ്ഞെടുപ്പിനെ കാണുന്നത്, എന്താണ് അവർക്ക് ഈ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് പറയാനുള്ളത് എന്നത് കൂടി നോക്കാം. എങ്ങനെയുണ്ട് തെരഞ്ഞെടുപ്പൊക്കെ ഇങ്ങനെ അടുത്തെത്തിയല്ലോ? എന്താണ് സ്ഥാനാർത്ഥികളെ കുറിച്ചൊക്കെ പറയാനുള്ളത്? ഒന്നും പറയാനില്ല. അതെന്താ ഒന്നും പറയാനില്ലാത്തത്? ശരി എസ് കെ. എന്തായാലും ഒരുപാട് ആളുകളുണ്ട് ഇവിടെ. നമുക്ക് മറ്റു ചില ആളുകളിലേക്ക് കൂടി ഒന്ന് പോകാമെന്ന് കരുതുന്നു. ഒരുപാട് കുട്ടികളാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ഇവർക്കൊന്നും വോട്ടില്ലാത്തത് കൊണ്ട് ഏതായാലും നമ്മൾ തൽക്കാലം ഇവരോട് വളരെ സജീവമായ രാഷ്ട്രീയം ചോദിക്കേണ്ടതില്ലല്ലോ. അപ്പോൾ മറ്റു ചില ആളുകളുണ്ട്. എങ്ങനെയുണ്ട് തെരഞ്ഞെടുപ്പൊക്കെ വളരെ അടുത്തെത്തിയിട്ടുണ്ട്. എങ്ങനെയാണ് ഈ മണ്ഡലത്തിലെ പൊതുവെ ഒരു രാഷ്ട്രീയ ചിത്രം? നല്ല ഉഷാറാണ് ഇവിടെ പ്രവർത്തനം. നല്ല ഉഷാറാണ്. UDFന് അനുകൂലമായിട്ട് നല്ല പ്രവർത്തനം ഇവിടെ ആണ്. ഇപ്പോൾ നിലവിൽ LDFന്റെ സിറ്റിംഗ് സീറ്റാണ്. MLAയുടെ പ്രവർത്തനത്തേക്ക് എങ്ങനെയാണ് കാണുന്നത്? UDF ആണ്. ഉറപ്പിച്ച വിശ്വാസമാണ്. യെസ്. അപ്പോൾ വളരെ സജീവമായി ഇവിടെ എല്ലാവരും രാഷ്ട്രീയം പറയുന്നുണ്ട്. എസ് കെനെ ഏറ്റവും പ്രധാനപ്പെട്ട ആളുകളൊക്കെ പറയുന്നുണ്ട്. അതായത് നമുക്ക് ഈ ചേച്ചി ഞങ്ങളോട് വന്ന സമയം മുതൽ എസ് കെ ഞങ്ങളോട് കഴിക്കാനായി നിർബന്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചേച്ചിയാണ്. അപ്പോൾ ചേച്ചിയോട് നമുക്കൊന്ന് ചോദിക്കാം. ഫുഡൊക്കെ ഞങ്ങൾ കഴിക്കാം. അതിന് മുമ്പ് പറയൂ, ആര് ജയിക്കും ഇവിടെ? UDF ജയിക്കും. വലിയ ആത്മവിശ്വാസത്തിലാണ്. മണ്ഡലം തിരിച്ചു പിടിക്കുമെന്നാണോ പ്രതീക്ഷ? തിരിച്ചു പിടിക്കും. കരീം ചേരേരി വരണം. ശരി. മണ്ഡലം തിരിച്ചു പിടിക്കും എന്നുള്ളതാണ് പറയുന്നത്. മുമ്പ് UDF ഭരിച്ചിരുന്ന മണ്ഡലമാണ്. നിലവിൽ LDFന്റെ സിറ്റിംഗ് സീറ്റ് ആണെങ്കിൽ പോലും മണ്ഡലം തിരിച്ചു പിടിക്കും എന്നുള്ള വലിയ പ്രതീക്ഷ അവർക്ക് കൂടിയുണ്ട്. അഭിപ്രായം കരീം ചേലേരി ജയിക്കും. അഴീക്കോട് മണ്ഡലം കരീം ചേലേരി ജയിക്കും തീർച്ചയായിട്ടും.
അതിലൊരു സംശയമില്ല. ഈ 2011-ലും 16-ലും ചെറിയ വോട്ടിനാണ് കെ എം ഷാജി ജയിച്ചത്. ഓക്കെ, കഴിഞ്ഞ തവണ 6000 തോറ്റത് ജയിച്ചത് കെ എം ഷാജി. 2021-ൽ സുമേഷ് ജയിച്ചത് 6000-ന്റെ ഭൂരിപക്ഷത്തിലേക്ക് തിരിച്ചു പിടിക്കാൻ പറ്റുമോ? തിരിച്ചു പിടിക്കും, തീർച്ചയായിട്ടും പിടിക്കും. UDF ഇത്തവണ അഴീക്കോട് നിയോജക മണ്ഡലം തിരിച്ചു പിടിക്കും. ശരി എസ് കെ. എന്തായാലും മണ്ഡലം തിരിച്ചു പിടിക്കുന്നുള്ള വലിയ ആത്മവിശ്വാസത്തിലാണ് എസ് കെ ഇവരെല്ലാവരും ഇവിടെ ഉള്ളത്. നമ്മൾ വേറൊരു കാര്യം കാണിച്ചു തരാം എസ് കെ. നമ്മുടെ പ്രേക്ഷകർക്ക് ഒരു കാര്യം പരിചയപ്പെടുത്താനായി ഞങ്ങളിവിടെ കാത്തു വെച്ചിട്ടുണ്ട്. ഇവിടെ വലിയ തിരക്കാണ്. അപ്പോൾ ആളുകളിലേക്കൊക്കെ എത്താനുള്ള ഒരു ചെറിയ ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ എങ്കിലും ഞങ്ങൾ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഒരു പുതിയൊരു സംഗതി കൂടി പരിചയപ്പെടുത്തുന്നുണ്ട്. ഇതാണ് എസ് കെ. ഞങ്ങളിതാ ഈ കല്യാണ വീട്ടിലേക്ക് വന്നപ്പോൾ ഇവിടെ കണ്ട ഒരു വ്യത്യസ്തമായ ഒരു സംഗതിയാണ്. നമുക്ക് എന്തായാലും ഇത് എന്താണെന്ന് ഇവരോടൊന്ന് ചോദിച്ചു നോക്കാം. എന്താണിത്? കഴിഞ്ഞിട്ടുണ്ട്, 9 മണിയാകുമ്പോഴേക്ക് കഴിഞ്ഞിട്ടുണ്ട്. എന്താണ് ഇത് തുർക്കിഷ് സർബത്ത് എന്ന് അറിയോ? തുർക്കിഷ് എന്ന ആ സ്ഥലത്തെ ഒന്ന് ഇൻഡിക്കേറ്റ് ചെയ്ത് ഇമ്പോർട്ട് ചെയ്തിട്ട് കൊണ്ടുവരുന്ന സാധനം. ഇതെന്താ ഈ പുറകിലൊക്കെ ഇങ്ങനെ? അത് അവിടുത്തെ സ്റ്റൈലാണ്. അവിടെ ഇങ്ങനെയാണ് സെർവ് ചെയ്യല്. ഇതിങ്ങനെ ചെരിച്ചിട്ടാണ് സെർവ് ചെയ്യല്. അത് ടേസ്റ്റ് ചെയ്ത് നോക്കാൻ ഇല്ല. അപ്പോഴേക്കും തീർത്ത് എല്ലാവരും കുടിച്ച്. ശരി, എന്തായാലും എസ് കെ ഇത് വലിയ ഡിമാൻഡുള്ള ഐറ്റം കൂടിയാണ്. അപ്പോൾ മണ്ഡലത്തിന്റെ ഇവിടെയുള്ള ആളുകളൊക്കെ അവരുടെ പൊതുവിലുള്ള രാഷ്ട്രീയം പറഞ്ഞെങ്കിലും എസ് കെ അതിനപ്പുറം നമുക്ക് അറിയാവുന്നതുപോലെ തന്നെ ഈ മണ്ഡലത്തിൽ വലിയ ചരിത്രം കൂടിയുണ്ട്. നിലവിൽ LDFന്റെ സിറ്റിംഗ് സീറ്റാണ് അത്. UDFിൽ നിന്നും LDF പിടിച്ച സീറ്റ് കൂടിയാണ്. സുമേഷ് എന്ന MLA വളരെ ജനകീയനാണ് എന്നുള്ള മട്ടിൽ ഒരുപാട് സ്വീകരണങ്ങൾ കൂടി ഏറ്റുവാങ്ങിയിട്ടുള്ള ആൾ കൂടിയാണ്. അപ്പോൾ നമുക്ക് എന്തായാലും അങ്ങനെ മണ്ഡലവുമായി ബന്ധപ്പെട്ട ചെറിയ വിശദാംശങ്ങളിലേക്ക് കൂടി പോകാമെന്ന് തോന്നുന്നു. ഞാനത് രാജേഷിലേക്ക് പോകുകയാണ്. രാജേഷ്, ഇവിടെയുള്ള ആളുകൾ പൊതുവിൽ UDFന് അനുകൂലമായി സംസാരിക്കുന്നുണ്ട്. UDF തിരിച്ചു വരും എന്നുള്ള പ്രതീക്ഷ അവർ പറയുന്നുണ്ട്. പക്ഷെ നമ്മൾ പൊതുവിൽ ഇങ്ങനെ കേരളത്തിന്റെ രാഷ്ട്രീയം കാണുമ്പോൾ വളരെ ജനകീയൻ എന്ന് ആളുകളൊക്കെ വിലയിരുത്തുന്ന ഒരു MLA കൂടിയാണ് സുമേഷ്. അപ്പോൾ എങ്ങനെയാണ് MLAയുടെ കഴിഞ്ഞ 5 വർഷത്തെ പ്രവർത്തനത്തെ പൊതുവിൽ ഈ മണ്ഡലം വിലയിരുത്തുന്നത്? നമ്മൾ ഈ അഴീക്കോട് മണ്ഡലത്തിലെ നിലവിലെ 2 സ്ഥാനാർത്ഥികളെ വിലയിരുത്തി നോക്കിക്കഴിഞ്ഞാൽ KV സുമേഷ്, കരീം ചേലേരി, ഒപ്പം തന്നെ BJPയുടെ ജില്ലാ അധ്യക്ഷൻ കൂടിയായിട്ടുള്ള KK വിനോദ് കുമാറാണ് ഇവിടെ മത്സരിക്കുന്നത്. ഈ 3 പേരും അധികം നെഗറ്റീവൊന്നും ഇല്ലാത്ത ആളുകളാണ്. പ്രത്യേകിച്ച് KV സുമേഷ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്ന ആളാണ്. SFIയിലൂടെ രാഷ്ട്രീയ രംഗത്തേക്ക് വന്ന ആളാണ്. അദ്ദേഹത്തെ ഈ പ്രത്യേകിച്ച് നെഗറ്റീവായിട്ട് പറയാൻ കാര്യമായിട്ട് ഒന്നുമില്ലാത്ത കക്ഷിയാണ്. വലിയധികം ജനകീയനാണ്. മാത്രമല്ല ഈ ചേലേരിയും ആദ്യമായിട്ടാണ് മത്സരിക്കുന്നത്. അദ്ദേഹം ലീഗ് ജില്ലാ ജനറൽ സെക്രട്ടറി ആയിരുന്നു, ദീർഘകാലം ജില്ലാ ജനറൽ സെക്രട്ടറി ആയിരുന്നു. മാത്രമല്ല ഈ മണ്ഡലത്തിൻ്റെ ആളുകളേക്ക് അദ്ദേഹത്തിനും നേരിട്ടറിയാം, സുമേഷിനും അങ്ങനെ തന്നെ നേരിട്ടറിയാം. സ്വാഭാവികമായിട്ടും ഈ 2011-ലും 16-ലും KM ഷാജി ഇവിടുന്ന് ജയിച്ചു പോയത് അത് ചെറിയ വോട്ടിൻ്റെ വ്യത്യാസത്തിലാണ് ജയിച്ചു പോയത്. മുമ്പ് ചരിത്രം പരിശോധിച്ച് പോയി കഴിഞ്ഞാൽ ഇത് LDFന് അനുകൂലമായിട്ടുള്ളൊരു മണ്ഡലമാണെങ്കിൽ പോലും 2008-ലെ പുനർനിർണ്ണയത്തിന് ശേഷം ഈ മണ്ഡലത്തിൻ്റെ സ്വഭാവം മാറി. അതൊരു വലിയ ബലാബലം നടക്കുന്ന മത്സരം നടക്കുന്ന ഒരു മണ്ഡലമായി മാറി. 2021-ൽ 6000 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് KV സുമേഷ് ഇവിടെ ജയിച്ചു. സ്വാഭാവികമായിട്ട് അന്ന് ഞാൻ ആ തെരഞ്ഞെടുപ്പിൽ ഞാനിവിടെ ഉണ്ടായിരുന്നു ഈ ജോലിയായിട്ടും ബന്ധപ്പെട്ട്. സ്വാഭാവികമായിട്ടും സുമേഷ് അങ്ങനെ ഈ വ്യക്തിപരമായിട്ടുള്ള ആക്രമണത്തിനുപരി രാഷ്ട്രീയം മാത്രം പറഞ്ഞ് ഇലക്ഷനെ നേരിടുന്ന ആൾ കൂടിയാണ്. സ്വാഭാവികമായിട്ടും ഈ തെരഞ്ഞെടുപ്പിൽ എന്താകും ആളുകൾ ചിന്തിക്കുന്നത്? ന്യൂനപക്ഷത്തിന് വലിയ സ്വാധീനമുള്ള മണ്ഡലമാണ്. കഴിഞ്ഞ തവണ SDPI മത്സരിച്ചിരുന്നു, 5000 വോട്ട് പിടിച്ചിരുന്നു. ഇത്തവണ SDPI ഇല്ല. എന്തായാലും സുമേഷിനും ചേലേരിയും ആരാണ് ജയിക്കുന്നതെന്ന് നമുക്ക് ഇപ്പോൾ പറയാൻ പറ്റില്ല. ഒരു ഫോട്ടോ ഫിനിഷിലേക്ക് തന്നെ ഈ മണ്ഡലം കൊണ്ടുപോകും അവസാന നിമിഷം വരെ. വലിയ മത്സരം നടക്കുന്ന മണ്ഡലമായി ഇത് മാറുന്നുണ്ട് എസ് കെ. എന്തായാലും അപ്രതീക്ഷിതമായി പ്രവചനാതീതമായ രീതിയിലേക്ക് തന്നെ കാര്യങ്ങൾ മാറുകയാണ്. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഈ മണ്ഡലത്തിലൂടെ യാത്ര ചെയ്യുമ്പോഴാണ് ഒരു കല്യാണ അഴീക്കോട് മണ്ഡലത്തിൽ നമുക്കിപ്പം ചേർന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.